അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുത്തൻവീട് തറവാട്ടിലെ ഇഫ്താർ മീറ്റ് വളരെയധികം മനോഹരമായിട്ട് തന്നെ കഴിഞ്ഞു. എല്ലാവരും അഭിപ്രായപ്പെട്ടു, ഇവിടെ ഇങ്ങനെ ഒരു പുത്തൻ വീട് ഉണ്ടായതുകൊണ്ട് നമ്മൾ കഴിച്ചിലായി. എന്തൊക്കെ തന്നെയാലും 3-4 വട്ടം ഇവിടെ വന്ന് നമ്മൾ നോമ്പ് തുറന്നിട്ടുണ്ട്. എന്നാൽ പലരും പറഞ്ഞു, അതെ ഇവിടെ ഒരു ഐഷുമുണ്ടല്ലോ, അവരങ്ങനെ തന്നെയാണ്, എല്ലാവരെയും വിളിച്ച് നോമ്പ് തുറപ്പിക്കാനൊക്കെ നല്ല ഉഷാറാണ്. അതുകൊണ്ടെന്നാ നമ്മൾ നോറ്റ നോമ്പിൻ്റെ ഒക്കെ കൂലി അവർക്ക് കിട്ടി. നമ്മൾ ആരെങ്കിലും നോമ്പ് തുറപ്പിച്ചാൽ അവർ നോമ്പ് നോറ്റതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടുമത്രേ. ഏതായാലും ഭാഗ്യവതി തന്നെയാണ് അവർ. എന്നാൽ ഷമ്മാസിനെ ഉമ്മ വിളിക്കുന്നു. മോനെ, ഷാമോനെ. ആ എന്തുമ്മ? അല്ല മോനെ, സക്കാത്ത് കൊടുക്കണല്ലോ പൊന്നാരെ. ഇവിടെ ഇവിടെ ആരൊക്കെയാണ് ഇല്ലാത്തവരൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് കണ്ട് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കണം. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചാണ്ട് കഴിയുമ്പോൾ ആൾക്കാർ 27 ഇങ്ങനെ വരിയായി വന്നു തുടങ്ങും. അതിന് നിൽക്കണ്ട, ഉമ്മാൻ്റെ കുട്ടി ആരാണ് അർഹതപ്പെട്ടതെന്ന് വെച്ചാൽ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കണം. അതാണ് നല്ലത്. അതിലിപ്പോൾ ഏറ്റവും അർഹതപ്പെട്ടത് നമ്മളെ കൺമുമ്പിൽ കാണുന്നത് നമ്മളെ സൗദൻ്റെ ഉപ്പാൻ്റെ 2ാം ഭാര്യയും മക്കളും അവരാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ പൊന്നാര മോനെ, അവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കണം. ആ ഒരു ചെറുകുടിൽ ഉമ്മ ഞാനത് വിചാരിച്ചതാണുമ്മ. പഴകിയ വീടാണ്, ഏത് നിമിഷം ഒരു കാറ്റടിച്ചാൽ പൊളിഞ്ഞു പോവും. ഉമ്മ പൊന്നാര കുട്ടിയെ, ഏതായാലും പെട്ടെന്ന് തന്നെ ഒരു വീടൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഏതായാലും മറ്റേ പമ്പറന്നോളിഞ്ഞിപ്പോൾ എന്താ കാട്ടുന്നാവും ആ പെണ്ണിനെ, പാവം പെണ്ണാണിത്. ഉമ്മ അറിയില്ല, എന്തായാലും ഇൻഷാ അല്ലാഹ് അവർക്ക് സേഫ്റ്റി ഒരു ഇടം നൽകണം. ആ മോനെ, പഠിച്ചോനെ വിചാരിച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുക. കാരണം നമുക്ക് അള്ളാഹു നൽകിയത് എന്തിനാ? മറ്റുള്ളവർക്ക് കൊടുക്കാൻ, അല്ലാതെ നമുക്ക് സുഖിച്ച് ജീവിക്കാനല്ല പഠിച്ചോൻ നമുക്ക് സമ്പത്ത് തരുന്നത്. ഉള്ളവനില്ലാത്തവന് കൊടുക്കാനാണ്, അല്ലാതെ നമ്മൾ ഉള്ളിമ്മൽ ഇങ്ങനെ അട്ടിമ്മലിട്ട് ഉണ്ടാക്കാനല്ലത്. ഏതായാലും റബ്ബേ, ഒക്കെ ഒന്ന് കലങ്ങി തെളിഞ്ഞപ്പോഴും വലിയൊരു സന്തോഷം പഠിച്ചോനെ. പക്ഷേ എൻ്റെ നവാസ് ഈ കാര്യം അറിഞ്ഞിട്ടെന്നല്ല. ഉമ്മ അതെന്താ ഉമ്മ പറയാൻ സമ്മതിക്കാത്തത്? മോനെ ഒന്നുമല്ലേ, അന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞേക്കണം, ഉമ്മ ഓള് പോണേക്ക് പോട്ടെ. ഒന്നാമത് ആ സത്താറിനെ കുറിച്ച് ഓരോന്ന് പറഞ്ഞുണ്ടാക്കണതല്ലേ. ഏതൊരു മനുഷ്യനായാലും മനസ്സിക്ക് ഒരു വെറുപ്പ് വരുമല്ലോ. എന്നോട് പറഞ്ഞു, ഉമ്മ ഇനി ഓളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കും പറയും വേണ്ട. ഞാൻ അങ്ങനെ ഈ കുട്ടീനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേ, ഏതായാലും നമ്മളെ വീട്ടിൽ കുട്ടിയുള്ളതും ഓനക്കറിയില്ല, ഒന്നും അറിയില്ല. പറഞ്ഞത് എന്താണെന്നോ, ഓളോളം ഇഷ്ടം പോലെ എന്താ വെച്ചാൽ കാട്ടിക്കോട്ടെ, അതാ പറഞ്ഞത്. ഓനെ മനസ്സ് മടുത്തു പോയി, അതാണ്. കാരണം ഒരുത്തി അങ്ങനെ ആദ്യം കാട്ടിപ്പോയി, 2ാമത്തോളും ഇങ്ങനെ കാട്ടി. അങ്ങനെയൊക്കെ ആകുമ്പോൾ മനുഷ്യനല്ലേ, കുറേയൊക്കെ അല്ലേ ക്ഷമിക്കാൻ കഴിയുക. പിന്നെ എന്താന്ന് വെച്ചാൽ പഠിച്ചോൻ്റെ വിധി പോലെ. അല്ലാ, ഏതായാലും ഫസീലെങ്കിലും നന്നായത് വലിയ കാര്യം തന്നെ. അല്ല എൻ്റെ കുട്ടി ആകെപ്പാട് ഇടങ്ങാറായിരുന്നു. എന്നാൽ ഈ സമയം അതാ ഫസീല. ഇക്ക ഇത് കണ്ടോ? എന്തടി ഇത്? നോക്ക് കുഞ്ഞുവിൻ്റെ സ്റ്റാറ്റസ്. ആഹാ മാഷാ അല്ലാ, ഉമ്മ പറഞ്ഞിരുന്നു ഇങ്ങനെ ഇഫ്താർ മീറ്റ് ഉണ്ടെന്നുള്ളത്. എന്നാൽ ഒരിക്കൽ പോലും ഉമ്മ അത് പറഞ്ഞില്ല. അതെ, സൗദയും കുഞ്ഞും ഇവിടെ ഉണ്ടെന്നോ സൗദ തിരിച്ചു വന്നോ എന്നൊന്നും പറഞ്ഞില്ല. ആ ഇക്ക, ഒരുപാട് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, നമ്മളിപ്പോൾ എവിടെ ആയിപ്പോയി. പഠിച്ചോനെ അവിടെയാണെങ്കിൽ എന്തായാലും നിൻ്റെ ഫാമിലിയൊക്കെ പങ്കെടുക്കുന്നുണ്ടല്ലോ, ഉമ്മയും ഉപ്പയും ആങ്ങളൊക്കെ പങ്കെടുക്കുന്നുണ്ടല്ലോ, അതും വലിയ സന്തോഷം തന്നെയല്ലേ. അതെ, പക്ഷെ മക്കൾ തിരക്കൂടുന്നുണ്ട്. മക്കൾ പറയും നമുക്ക് പോവാ പറയുന്നുണ്ട്. എന്താടി നിനക്ക് മടുത്തോ? അല്ലിക്ക, ഇപ്പം എനിക്ക് തോന്നുന്നത് നാട്ടിലാണ് നല്ല സുഖമെന്ന്. നാട്ടിലൊക്കെ തന്നെയാണ്, പക്ഷേ എല്ലാവരും കൂടി പോയവന് എനിക്കാരാ ഉണ്ടാകുക? നവാസിൻ്റെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ ഫസീല പറഞ്ഞു, ഇക്ക വേണ്ട, നീ വേറൊന്നും പറയുകയാണെങ്കിൽ അതിന് നീ സംസാരിക്കണമെന്നില്ല. ശരിക്കും നവാസിന് അറിയാമായിരുന്നു എന്താണ് ഫസീല സംസാരിക്കുന്നതെന്ന്. കാരണം ഫസീലക്ക് ഇപ്പോൾ രണ്ടാമത് അവൻ ഏറ്റെടുത്തതിന് ശേഷമൊക്കെ ആയിട്ട് മൊത്തത്തിൽ ആൾ മാറിയിട്ടുണ്ട്. പകയോ വിദ്വേഷമോ ഒന്നുമില്ലാത്ത, ദേഷ്യമില്ലാത്ത ഒരു പെണ്ണായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൗദയുടെ കാര്യം അവൾ ഇടയ്ക്കിടെ എടുത്ത് പറയുമായിരുന്നു. ആ സൗദ നല്ലൊരു പെണ്ണായിരുന്നല്ലേ. ആ പെണ്ണ് എന്താ പെണ്ണെ, എന്ത് ബുദ്ധിയെന്നാവൻ തോന്നിയത്. ഫസീല, അവളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി എന്നോട് നീ സംസാരിക്കണമെന്നില്ല. അല്ലിക്ക അങ്ങനെയല്ലേ, ഒരു കുഞ്ഞും ഉള്ളതല്ലേ. കുഞ്ഞുണ്ടോ ഇല്ലേ എന്തായാലും എനിക്ക് പ്രശ്നമില്ല, നോ പ്രോബ്ലം. ഇനി അവളെക്കുറിച്ച് പറയേണ്ടത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. ഇക്ക അത് എന്തൊക്കെ തന്നെയായാലും നമ്മളെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോവുകയാണ്. എനിക്ക് വെറുത്ത് പോയതാണ് ഇതൊക്കെ, ഇനി എന്നെക്കൊണ്ട് കഴിയൂല.
മടുത്തുപോയി. ശരിക്കും നവാസ് അത് പറയുമ്പോൾ ഫസീല അവളുടെ പഴയ ചിന്തകളിലേക്ക് കടന്നുപോയി. റബ്ബേ, ഞാൻ കാട്ടിക്കൂട്ടിയ ചെറ്റത്തരങ്ങൾ, അള്ളാഹുവേ, ഈ പരിശുദ്ധമായ റമളാനിൻ്റെ ബർക്കത്ത് കൊണ്ട് റഹ്മാനെ, നീ എനിക്കെല്ലാം പുറത്തു കൊണ്ട് അല്ലാ. പഠിച്ചോനെ, അവൾ അപ്പോഴാണ് ഓർത്തത്, അതെ, ഇന്ന് ഉസ്താദിൻ്റെ ക്ലാസ്സുള്ള ദിവസമാണല്ലോ എന്ന്. അല്ലാ, ഉസ്താദിൻ്റെ ക്ലാസ് കേട്ട് ഒരുപാട് ആളുകൾ നന്നായിട്ടുണ്ട് അവിടെ. എല്ലാവരും തിരിച്ചു വന്നിട്ടുണ്ട്. എത്ര തന്നെ അഹങ്കാരത്തോടെ ജീവിക്കുകയാണെങ്കിലും അവരെല്ലാം ആ ക്ലാസ് കേട്ട് ശരിക്കും അവർക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഈ സമയം ഇഫ്താർ മീറ്റും എല്ലാം കഴിഞ്ഞ് അതാ ആ കൊച്ചുകുടിലിൽ അതാ നമ്മുടെ ഷമ്മാസ് അവരെ കൊണ്ടാക്കി. ആയിഷുമ്മ കുറേ പറഞ്ഞ്, ഇന്നിവിടെ നിന്നോളി മക്കളെ, ഇവിടെ റൂമൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ, ഇന്നിവിടെ നിന്നോളി, അതിനെന്താ, നിങ്ങൾ നമ്മൾ സ്വന്തം ആൾക്കാരെ പോലെയല്ലേ, എന്തേ നിങ്ങൾ പോകുന്നത്. എന്നാൽ ആ പിതാവ് പറയുകയായിരുന്നു, ഇൻഷാ അല്ലാ ഞങ്ങൾ പിന്നീട് ഒരിക്കൽ വരാം, ഇന്ന് ഏതായാലും ഞങ്ങൾ പോകട്ടെ. എന്നാൽ അദ്ദേഹത്തിന് ആ വാക്കുകൾക്ക് മുമ്പിൽ ഹഫ്സക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. കാരണം തൻ്റെ ഭർത്താവിൻ്റെ വാക്ക് കേൾക്കണം, അനുസരിക്കണം എന്നതാണ് എൻ്റെ പിതാവെന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അവരെ ഒരിക്കൽ പോലും വിഷമിപ്പിക്കരുത് എന്നതുകൊണ്ട് തന്നെ ഐഷുമ്മയോട് സലാം പറയുകയായിരുന്നു. ഐഷുമ്മ, ഞങ്ങൾ ഇൻഷാ അല്ലാ പിന്നീട് വരാട്ടോ. മോളെ പോവാണോ മോളെ, മോളെ കണ്ട് കൊതി തീർന്നില്ലല്ലോ, മാഷാ അല്ലാ. ശരിക്കും അത് ഹഫ്സയെ കണ്ടിട്ട് മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ തോന്നില്ലായിരുന്നു ഐഷുമ്മക്ക്. എന്നാൽ സൗദയോടും യാത്ര പറയുകയാണ്. മോളെ സൗദ, പഠിച്ചോൻ വലിയവനാണെന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുന്നു അല്ലേ. പഠിച്ചോൻ കാരുണ്യവാനും കരുണാനിധിയുമാണ്. ഈ കുഞ്ഞിനെ അമ്മിഞ്ഞു കൊടുക്കാൻ മോളെ നിനക്ക് കിട്ടിയല്ലോ ഉമ്മ. എനിക്കറിയില്ല ഉമ്മ, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു ഭാഗ്യം ലഭിച്ചതെന്ന്. സത്യമായിട്ട് ഉമ്മ ദുആ ചെയ്യണം. എന്നാൽ ഐഷുമ്മ അങ്ങോട്ട് വന്നു. മക്കളെ, നിങ്ങൾ സംസാരിച്ച് കൊതി തീർന്നിട്ടില്ല, ഞാൻ പറഞ്ഞില്ല ഇന്ന് പോകണ്ടാന്ന്. അല്ലുമ്മ, ഞങ്ങൾ പോട്ടെ, എന്നാലും സൗദക്ക് നല്ലൊരു ജീവിതം. മോളെ, അതിനൊക്കെ കാരണക്കാർ ഇങ്ങളൊക്കെ തന്നെയാണ്, മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഞാൻ ദ്വാരുന്ന് പഠിച്ചോൻ ഒരു സുഖവും ഞാൻ കൊടുത്തിട്ടില്ല. പഠിച്ചോനെ, ഈ കുട്ടിൻ്റെ ഉമ്മ ഉണ്ടല്ലോ അവിടെ, റഹ്മാനെ, നല്ല മനസ്സോടു കൂടി എൻ്റെ കുട്ടീന് ഒരു പാല്, ഒന്ന് അമ്മിഞ്ഞപ്പാൽ കൊടുക്കാമെന്ന് തിരിച്ചു വന്നിരുന്നെങ്കിലെന്ന് ഞാൻ പഠിച്ച റബ്ബിനോട് ഒരുപാട് ദുആ ചെയ്തിരുന്നു. കരഞ്ഞ് അള്ളാഹു എത്ര കാരുണ്യവാനാ റബ്ബേ. ആയിഷമ്മയുടെ വാക്കുകൾ കേട്ട് ശരിക്കും ഹഫ്സയും കരഞ്ഞു പോയി. ഉമ്മ, ഞങ്ങൾ പോയിട്ട് വരാട്ടോ. അതെ, ആ കുഞ്ഞു മക്കളും സലാം പറയുന്നു. ഷമ്മാസ് ആ മക്കളെ കണ്ട് കണ്ണിറിയെ നോക്കിയിരിക്കുന്നു. അങ്ങനെ അതാ ഷമ്മാസ് അവരെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കി. സത്യം പറഞ്ഞാൽ ആ ഒരു കൊച്ചുകുടലിലേക്ക് അവരെ കൊണ്ടാക്കിയപ്പോൾ ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. റബ്ബേ, പാവങ്ങൾ, ഞങ്ങളൊക്കെ എത്ര വലിയ കൊട്ടാരം കണക്കെയുള്ള വീട്ടിലാണ് താമസിക്കുന്നത്. ഈ മക്കൾ ഒരു കൊച്ചുകുടലിൽ കഴിഞ്ഞ് കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടം തന്നെയാണ്. എന്നാൽ പോകുന്ന വഴിയിൽ ഷമ്മാസ് ആ മക്കൾക്ക് എന്തൊക്കെയോ പലഹാരങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കുകയായിരുന്നു. ഇക്കാക്കക്ക് വേണ്ടി ദുആ ചെയ്യാൻ കേട്ടോ കുഞ്ഞു മക്കളെ, ഞാൻ എന്ന് ദുആ ചെയ്യാറുണ്ട്. അത് ആ പൊന്നുമക്കൾ സന്തോഷത്തോടു കൂടി പറയുമ്പോൾ ഷമ്മാസ് നിർവൃതി പോണ്ട്, മാഷാ അല്ലാ. എന്നാൽ വീട്ടിലെത്തിയപ്പോൾ ഷമ്മാസിന് ആ കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയുവാൻ തന്നെ സമയമുണ്ടായിരുന്നുള്ളൂ. കാരണം മറ്റൊന്നുമല്ല, ഉമ്മ മക്കളെ വളർത്തുകയാണെങ്കിൽ അങ്ങനെ വളർത്തണം ഉമ്മ. എത്രമാത്രം ദീനീ ചിട്ടയിലാണ് ആ മക്കൾ വളരുന്നതെന്നോ. മാഷാ അല്ലാ, ഞാൻ തന്നെ അത്ഭുതപ്പെടുകയായിരുന്നു സത്യമായിട്ടും. എന്നാൽ ഈ സമയം നമ്മുടെ വാഫി ഉസ്താദിന് ഐഷമ്മ പ്രത്യേകമായിട്ട് സക്കാത്ത് പൈസ അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഷാമോനോട് പറയുകയായിരുന്നു, പൊന്നു മോനെ, ഉസ്താദിന് നാളല്ലേ പോവുള്ളൂ. ഉമ്മ, നാളെ പുലർച്ചെ. ഇൻഷാ അല്ലാ, എന്തായാലും അത്തായം കഴിച്ചിട്ട് അങ്ങോട്ട് പോകാം. അങ്ങനെ പോകാൻ സമയം ഐഷുമ്മ തന്നെ അതാ ആ ഉസ്താദിൻ്റെ അരികിലേക്ക്. മോനെ, ഉമ്മ, മോനക്ക് ആരൊക്കെയുണ്ട്, എവിടെയാണ് ശരിക്കും വീട്? ഉമ്മ, ഞാൻ അവിടെയാണ് ജോലി ചെയ്യുന്നത്, എനിക്ക് ഒരു പെങ്ങൾ മാത്രമേ ഉള്ളുമ്മ. മോനെ, അപ്പോൾ ഉമ്മയും ഉപ്പയും അവരൊക്കെ മരിച്ചുപോയി. അല്ല മോനെ, അപ്പോൾ മോൻ്റെ പെങ്ങള് അവിടെ തന്നെ ഒരു കോളേജിൽ പഠിക്കുകയാണ്. അത് ശരി, കല്യാണം ഇല്ല, കഴിഞ്ഞിട്ടില്ല, 18 ആകുന്നേ ഉള്ളൂ. ആയിക്കോട്ടെ. അല്ല മോനെ, അപ്പോൾ അവിടെ ഒരു വുമൻസ് കോളേജാണ്, അവിടെയാണ് പഠിക്കുന്നത്. ഉപ്പയും ഉമ്മയും ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടതായിരുന്നു.
പിന്നെ അന്ന് തന്നെ ഉപ്പാക്കും ഉമ്മാക്കും ഒരു ആഗ്രഹമായിരുന്നു എന്നെ ആലിമാക്കൾ. എന്നെയും ഒരു കോളേജിൽ തന്നെയായിരുന്നു ചേർത്തിരുന്നത്. അവളെയും സഹ്റവിയ എന്ന കോഴ്സിന് വേണ്ടിയിട്ട് അങ്ങനെ ചേർത്തതായിരുന്നു. എന്തൊക്കെ തന്നെയായാലും ഞാൻ പിന്നെ എൻ്റെ ഉമ്മയും ഉപ്പയും നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഞാൻ പിന്നെ ഇവിടെ പള്ളിയിലങ്ങ് സ്ഥിരമായി. എൻ്റെ പെങ്ങളാണെങ്കിൽ അവിടെ ഹോസ്റ്റലിലും. വല്ലപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് കാണും. അങ്ങനെയൊക്കെ തന്നെ കഴിയുന്നതും സ്കൂള് ഒക്കെ പൂട്ടുമ്പോഴൊക്കെ ഞാൻ അവളുടെ കോളേജിലേക്ക് ചെല്ലും. എന്നിട്ട് അവളെ കൂട്ടിക്കൊണ്ട് വരും. അധികമൊന്നുമില്ല, ഒരു 2 ദിവസത്തിനെങ്കിലും. അങ്ങനെ ആകുമ്പോൾ ഞങ്ങളുടെ ഉമ്മയുടെ അനിയത്തിയുടെ വീടുണ്ട്, അങ്ങോട്ട് പോകും 1-2 ദിവസത്തിനൊക്കെ. പിന്നെ ഇപ്പോൾ അവൾക്കും അതൊരു മടുപ്പായി. കാരണം നമ്മളിപ്പോൾ എന്നും അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. സാമ്പത്തികമായിട്ട് കുറച്ച് പിന്നോക്കമുള്ളവരാണ് എളാമയൊക്കെ. എന്നാലും ഞങ്ങളൊക്കെ വിളിക്കാറുണ്ട്. ഏതായാലും അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ജീവിതം. മോനെ, സത്യം പറഞ്ഞാൽ വാഫി ഉസ്താദിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ഉമ്മയുടെ മനസ്സിൽ വല്ലാത്ത സങ്കടം തോന്നി. പൊന്നു മോനെ, മോൻ എങ്ങോട്ടും പോകാനില്ലെങ്കിൽ ഇങ്ങോട്ട് വന്നോണ്ടി ട്ടോ. പിന്നെ ഒരു ദിവസം പെങ്ങളെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരുമോ? ഇൻഷാ അല്ലാ, തീർച്ചയായും. ഉമ്മ, എന്നാൽ ഞാനങ്ങോട്ട്, എനിക്കിനി ട്രെയിൻ ലേറ്റ് ആവും. മോനെ, പോവുകയാണോ? എന്നാൽ ഐഷുമ്മ അവൻ്റെ കൈകളിൽ അതാ എല്ലാവർക്കും കൊടുക്കുന്നത് പോലെ തന്നെ ഒരു സംഖ്യ ഏൽപ്പിക്കുന്നു. ഏയ് ഉമ്മ, എനിക്ക് വേണ്ടത് ഇത് ഞാൻ അതൊന്നും. എന്താ മോനെ, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, നിൻ്റെ ഉമ്മ തരുന്നതെന്ന് വിചാരിച്ചാൽ മതി. എന്നാൽ ആ ഒരു കവറിൽ അതാ പ്രത്യേകമായി ഐഷുമ്മ ഷമ്മാസിനോട് പറഞ്ഞിട്ട് അവൻക്കുള്ള പെരുന്നാൾ ഡ്രസ്സും അതിൽ നല്ല അത്തറും നല്ല വാച്ചും അതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു സംഖ്യയും എല്ലാം കൂടി വെച്ചിട്ടായിരുന്നു കൊടുത്തിരുന്നത്. മോനെ, ഇൻഷാ അല്ലാ ഇനിയും വരേണ്ടിട്ട് പെങ്ങളെ കൂട്ടി. ഞാൻ അറിഞ്ഞില്ലല്ലോ മോനെ, ഞാൻ ഒന്നും അറിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ ഉമ്മ അതുകൊണ്ട് തന്നെ കണ്ടറിഞ്ഞ് അവൻ്റെ കൈകളിൽ അത് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, പെങ്ങൾക്കുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കണം കേട്ടോ. പെങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർത്ത് കൊടുക്കണം കേട്ടോ. ഉമ്മ, ആയിക്കോട്ടെ ഇൻഷാ അല്ലാ. അങ്ങനെ അത് വാഫി ഉസ്താദിനെ അവരെല്ലാവരും യാത്രയാക്കി. ഷമ്മാസാണ് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടത്. കൂടെ നമ്മുടെ ഫൈസി ഉസ്താദും ഉണ്ടായിരുന്നു. വാഫി ഉസ്താദ് കേരളത്തിലേക്ക് വന്നപ്പോൾ അവിടെയുള്ള അവിടുത്തുകാരുടെ സ്നേഹം കണ്ട് പടച്ച റബ്ബിനെ സ്തുതിച്ചു. അള്ളാഹുവെ, എത്രമാത്രം നല്ല ആളുകളാണ് റബ്ബേ അവിടെയൊക്കെ ഉള്ളത്. പടച്ചോനെ, എല്ലാവർക്കും നീ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യണേ. അത് തനിക്ക് കിട്ടിയ ആ ഒരു ഗിഫ്റ്റ് അത് വാഫി ഉസ്താദ് പൊളിച്ചു നോക്കിയിട്ടില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ നല്ല ആകാംക്ഷയുണ്ടായിരുന്നു. എന്നാൽ അവൻ അറിയാതെ ആ ട്രെയിനിൽ ഇരുന്നങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോയി. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു. അതിൽ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും തൻ്റെ അരികിലേക്ക് കടന്നു വരുന്നതായിട്ടും സ്വപ്നം കണ്ടു. എന്തെന്നറിഞ്ഞില്ല, അവൻ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. അതെ, നമ്മുടെ മോളുടെ കാര്യം നോക്കണം എന്ന് പ്രത്യേകമായിട്ട് പറയുകയും ചെയ്തു. അതെ, തൻ്റെ പൊന്നുമോൾ, തൻ്റെ കുഞ്ഞു പെങ്ങൾ ഫാരിഷയെക്കുറിച്ച് അവൻ ഓർത്തു. റബ്ബേ, പാവം, ഉമ്മാൻ്റെ ഉപ്പയും ഉപ്പാൻ്റെ സ്നേഹമൊന്നും ഇല്ലാതെ വളരുകയാണ് എൻ്റെ പൊന്നുമോൾ. സാരില്ല, അള്ളാഹു ഉണ്ടല്ലോ കൂടെ. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും മരണപ്പെട്ടത് കൊണ്ട് തന്നെ തൻ്റെ പെങ്ങളുടെ കാര്യത്തിലായിരുന്നു ഉസ്താദിന് ടെൻഷൻ ഉണ്ടായിരുന്നത്. എങ്കിലും അവിടെ ആ ഒരു സ്ഥാപനത്തിൽ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ആശ്വാസമുണ്ടായിരുന്നു. എങ്കിലും നിരന്തരം ദുആ ചെയ്യും. അള്ളാഹുവേ, എൻ്റെ പൊന്നുമോൾ ഫാരിഷക്ക് റഹ്മാനെ, ഹൈറായൊരു ഭർത്താവിനെ നീ നൽകി റഹ്മാനെ, എപ്പോഴും അവൻ ദുആ ചെയ്യുമായിരുന്നു. ആ ട്രെയിൻ യാത്ര കഴിഞ്ഞ് അവൻ നേരെ പള്ളിയിലേക്കെത്തി. ആകാംക്ഷയോടെ ആ ഒരു സമ്മാനപ്പെട്ടി തുറന്നു നോക്കുകയാണ്. മാഷാ അല്ലാ, എല്ലാം വളരെയധികം വ്യത്യസ്തമായ രീതിയിലുള്ള വിലപിടിപ്പുള്ള നല്ല തൂവെള്ള ലിനൻ വസ്ത്രങ്ങളായിരുന്നു. അതിൽ വിലപിടിപ്പുള്ള നല്ല ഹൂദിൻ്റെ അത്തറും, അതുപോലെ നല്ലൊരു തസ്ബീഹുമാല, അതുപോലെ മുസല്ല, തൊപ്പി, പിന്നീട് അല്പം ഈത്തപ്പഴം, അതുപോലെ പിസ്ത, ബദാം, അങ്ങനെയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഐറ്റംസും അതും കുറച്ചധികം. എന്നാൽ അതിൻ്റെ താഴ്ഭാഗത്തെ ആ ഒരു കവർ തുറന്നു നോക്കിയപ്പോഴാണ് അദ്ദേഹം ഞെട്ടിത്തരിച്ചത്. റബ്ബേ, അല്ലാ, എന്താ ഇത്? ഇത്രയധികം ക്യാഷോ? പഠിച്ചോനെ, അല്ലാ, അവനെന്ത് ചെയ്യണമെന്നായിപ്പോയി. ഇനി അറിയാതെ എങ്ങാനും അതിന് ചാൻസ് ഇല്ല. എന്നാൽ ആ നിമിഷം തന്നെ അതാ ഫൈസി ഉസ്താദിനെ വിളിക്കുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. വാഫി ഉസ്താദ്, എന്തായി? എത്തിയോ? എത്തി. ഞാനേ ഇവിടെ എത്തി തുറന്നു നോക്കി ആ ബോക്സേ. സത്യം പറഞ്ഞാൽ എൻ്റെ ഉസ്താദെ, ഞാൻ ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. അതെ, അതിലൊരുപാട് പണമുണ്ട്. ഞാനത് എങ്ങനെ എനിക്ക്
മറന്നു വീണു പോയതാണ് എന്നിവർ ഞാൻ നോക്കുകയാണ്. വാഫിസ്താദേ, നമുക്ക് അറിയായിട്ടാണ്. അതെ, ഐഷുമ്മ എന്ന് പേരുള്ള ആ ഒരു മഹതി ഉണ്ടല്ലോ, അവരുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്കുള്ളതെല്ലാം അവർ നൽകിയിരിക്കും. അതെ, നിനക്ക് നിൻ്റെ ആവശ്യത്തിനുള്ളതും അതിനപ്പുറമുള്ള ക്യാഷ് അവർ തന്നിരിക്കും. അത് നന്നായിട്ടറിയാം. അല്ല, പെങ്ങളെ കൊണ്ടുവരണം എന്നല്ലേ പറഞ്ഞിരുന്നത്? ഇൻഷാ അല്ലാഹ് കൊണ്ടുവരണം. അതെ, ഒരു ഉമ്മയുടെ സ്നേഹം കിട്ടാതെ വളർന്നതാണ് അവൾ. എന്തായാലും ദുആ ചെയ്യേ പടച്ച റബ്ബിനോട്. ഐഷുമ്മയെ നമ്മളൊക്കെ കണ്ട് പരിചയപ്പെട്ട് കിട്ടിയില്ല, ഇനി ബേജാറില്ല. ഇനി നമുക്ക് എന്തായാലും നമുക്കൊരു വിഷമിക്കേണ്ട ആവശ്യമില്ല. സത്യം പറയാലോ, അവരുണ്ടെങ്കിൽ എന്തെന്നറിയില്ല സമാധാനമാണ്. പടച്ച റബ്ബ് നമുക്ക് വേണ്ടി ഇറക്കി തന്ന പോലെയാണ് സത്യമായിട്ടും. ശരിക്കും അതെ, ഫൈസി ഉസ്താദിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ വാഫി ഉസ്താദിന് അത് വല്ലാത്തൊരു സന്തോഷമായി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അതെ ഉസ്താദേ, ക്യാഷ് കുറച്ച് അധികമുണ്ട്. ഇതുവരെ ഞാൻ ഇത്ര ക്യാഷ് എൻ്റെ കയ്യിൽ എത്തിയിട്ട് പോലില്ല. ഇത് ഞാനിപ്പോൾ ഉസ്താദ്, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്കത് അല്പം ദാനം ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ദാനമായി കിട്ടിയതല്ലേ, അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നാൽ ആ വാഫി ഉസ്താദ് വിചാരിക്കുകയാണ്, റബ്ബേ, ആ തെരുവുകളിൽ എത്രയോ പാവങ്ങൾ ഇനിയുമുണ്ട്. അന്ന് ചെന്ന സമയത്ത് പട്ടിണി പാവങ്ങൾ, അത് ജാതിയെന്നോ മതമെന്നോ വ്യത്യാസമില്ലാതെ ഒരുപാടുണ്ട് റഹ്മാനെ. ഇതിൽ നിന്ന് അല്പം അവർക്ക് കൊടുക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ റബ്ബേ, അതിൻ്റെ പ്രതിഫലം അള്ളാഹു എനിക്ക് നൽകുമല്ലോ. എന്നാൽ ആ നിമിഷം തന്നെ ഉസ്താദ് അതാ അവിടെ നിന്ന് ഇറങ്ങുന്നു. അതെ, തെരുവിൽ കഴിയുന്ന ഒരുപാട് പിഞ്ചു മക്കളുണ്ട്, ഭക്ഷണത്തിന് വകയില്ലാതെ, വസ്ത്രത്തിന് വകയില്ലാതെ. എന്നാൽ ഉസ്താദ് നേരെ പോയത് കുറച്ചധികം ഭക്ഷണവും അരിയും സാധനങ്ങളും എല്ലാം വാങ്ങി, അതുപോലെ തന്നെ കുറച്ച് വസ്ത്രങ്ങളും എല്ലാം വാങ്ങി ആ തെരുവിലേക്ക് ചെന്നു. ഒരുപാട് പാവപ്പെട്ട കുഞ്ഞു കുഞ്ഞു മക്കൾ അവിടെ കരയുന്നുണ്ട്, പട്ടിണി കിടന്ന്. അവർക്കെല്ലാം ഉസ്താദ് അത് വാങ്ങിക്കൊടുക്കുകയാണ്. അവരെല്ലാവരും സന്തോഷത്തോടു കൂടി കണ്ണുനീരോടെ അത് സ്വീകരിക്കുകയും ചെയ്തു. അവർക്കൊരു നേരത്തെ ഭക്ഷണം പോലും സമൃദ്ധമായി കിട്ടുവാനില്ലായിരുന്നു. റബ്ബേ, എന്തൊക്കെ തന്നെയാലും ഇവിടെ നിന്ന് പോയതും നന്നായി. അതെ, ഹഫ്സത്തെയും മക്കളുമൊക്കെ ഇവിടെയാണെങ്കിൽ എന്നും അവർക്ക് പട്ടിണിയായിരിക്കും. എന്തായാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം തന്നെ അതൊക്കെ. അവർ നാട്ടിലെത്തിയത് കൊണ്ട് തന്നെ സമാധാനമുണ്ട്. എന്നാൽ ഈ സമയം അതാ നമ്മുടെ സൗദിയുടെ കൊച്ചുകുടിലിൻ്റെ അടുത്തേക്ക് ഇവർ നോമ്പ് തുറക്കാൻ വന്ന സമയത്ത് അന്ന് ഹസീന കടന്നു വന്നിട്ടുണ്ട്. അവിടെ എന്തൊക്കെയോ ഒച്ചപ്പാടും ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്, അവിടെ ആരൊക്കെയോ ഉണ്ട് എന്നുള്ള രീതിയിൽ. എന്നാൽ അത് അവൾ ഉമ്മയോട് പറയുന്നുണ്ട്, ഉമ്മ, സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്താടി? അതെ, ഉമ്മയാണെങ്കിൽ ഇപ്പോൾ ആ വീടെല്ലാം ഉമ്മയുടെ പേരിലാക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ഒരു മര്യാദ വന്നിട്ടുണ്ട് ഹസീനക്കും സത്താറിനും. അതുകൊണ്ട് തന്നെ അവൾ നേരെ ചെന്ന് പറഞ്ഞു, ഉമ്മ, പിന്നെ വീട്ടിൽ പുതിയ അതിഥികളൊക്കെ വന്നിട്ടുണ്ടല്ലോ. ആരടി അതിഥികളെ? അത് മറ്റൊന്നുമല്ല ഉമ്മ, അതൊക്കെ ഉണ്ട്. എന്നാൽ ഉമ്മാക്കത് കേട്ടപ്പോൾ ദേഷ്യവും സങ്കടവും വന്നു. ഓഹോ, അപ്പം മൂപ്പര് തിരിച്ചെത്തിക്കണല്ലേ? മൂപ്പര് തിരിച്ചെത്തി. ഇപ്പോൾ കുട്ടികളെയും പെണ്ണുങ്ങളൊക്കെ ആയിട്ടാണ് വന്നിക്കണത്. ആഹാ, ഓളെ ഞാൻ നാളെ തന്നെ അവിടുന്ന് ഇറക്കി വിടും. ഇറക്കി വിട്ടില്ലെങ്കിലേ കുഞ്ഞിക്കദ്യാൻ്റെ പേര് മാറ്റണം. ശരിക്കും അവർ അഹങ്കാരമെല്ലാം ഒന്ന് കുറഞ്ഞിരുന്നു, പക്ഷേ വീണ്ടും പഴയ രീതിയിലേക്ക് തന്നെ ആയിട്ടുണ്ട്. മോനെ സത്താറേ, നാളെ ഓല് ഇവിടുന്ന് അങ്ങോട്ട് പുറത്തേക്ക് പോവുകയാണെങ്കിൽ ആ നിമിഷം എല്ലാ സാധനങ്ങളും വലിച്ച് പുറത്തേക്ക് ഇടണം. ആഹാ, ഓൾ അത്ര കഴിക്കണോ? ഇപ്പോൾ എൻ്റെ കെട്ടിയോൻ്റെ ഒപ്പം വന്ന് താമസിക്കണം അല്ലേ ഓളൊരു പാഠം പഠിപ്പിക്കണം. ഇതൊന്നും ശരിയാവൂല. എന്താന്നില്ലേണ്ട് ഇവിടെ വന്ന് താമസിക്കുക ഒരു തള്ളി മക്കളും കൂടി. എന്നാലും ആ തന്ത ഇവിടെ കൊടുന്നാണല്ലോ നിർത്തുന്നത്. മോനെ സത്താറെ, ഒന്ന് നീ പോയി നോക്ക്. ഉമ്മ തന്നെയാണ് അത് പറഞ്ഞത്. എന്നാൽ ഉപ്പ പോയ തക്കം നോക്കി സത്താർ അതുവഴി നടന്നു. ശരിക്കും സത്താർ അത്ഭുതപ്പെടുകയായിരുന്നു. മാഷാ അല്ലാ, സുന്ദരിയായൊരു പെണ്ണ്. അത് അവര് മുറ്റമടിച്ചു വരുന്ന കാഴ്ചയാണ് കണ്ടത്. ശരിക്കും അവൻ ഞെട്ടിപ്പോയി. ഇത്രക്ക് സൗന്ദര്യമുള്ള പെണ്ണോ? ഒന്ന് കണ്ട് ആസ്വദിക്കുന്നതും ചെയ്യാലോ. എന്നാൽ അവൻ അവിടെ കുറച്ച് സമയമൊക്കെ ചുറ്റിപ്പറ്റി നിന്ന് നേരെ വീട്ടിലേക്ക് പോയി. ഉമ്മ, അവിടെ ഒരു പെണ്ണും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്.
ഉം, എന്നാ മോനെ അത് വേറെ ആരുമല്ല. അല്ല, ഇവരെ തന്തനെയാണ്ടോ? ആ, ഞാൻ കണ്ടിരുന്നു, പക്ഷെ ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല. ആ, പിന്നെ അത് മൂപ്പര് ഭാര്യ മക്കളും തന്നെയാണ്. സത്താറേ, വേഗം ഇറക്കി വിടണം, അല്ല ശരിയാവില്ല. ആഹാ, ഓല് ഇവിടെ വന്നപ്പോൾ ആധിപത്യം ഉറപ്പിക്കുകയാണോ? എന്താന്നില്ലേ? കുഞ്ഞിക്കതേക്ക് കലി കയറുകയാണ്. ഇതിനിടയിൽ അവരും നന്നാവാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷെ ഇതിനിടയിൽ ഇപ്പോൾ വീണ്ടും പഴയ സ്വഭാവമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ കുഞ്ഞിക്കതിയ വിചാരിക്കുകയാണ്, അവളിവിടുന്ന് ഇറക്കി വിടാതെ ഞാൻ ഇവിടെ നിർത്താൻ സമ്മതിക്കൂല. എന്ത് ധൈര്യത്തിലാ അവരിങ്ങോട്ട് വന്നത്? ഏതോ ഒരു തമിഴ്നാട്ടുകാരൊക്കെ ഇവിടെ കൊണ്ടു നിർത്തിക്കണ്. അയ്യേ, വെറുതെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഹസീന മോളെ, ഈ ചെന്നിട്ട് പറയേ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നുള്ളത്. ഉമ്മ, ഇങ്ങളെന്നാണ് പറഞ്ഞോളി, അതായിരിക്കും നല്ലത്. എന്നാൽ ഈ സമയം അതാ സത്താറ് ആ വീടിൻ്റെ മുമ്പിലൂടെ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചെല്ലുകയാണ്. എന്നാൽ അവിടെ എത്തിയപ്പോൾ ഇത്ത, അവൾ പെട്ടെന്ന് മുഖത്തേക്ക് തട്ടം വലിച്ചിട്ടുകൊണ്ട് ആരാണ് ഇത്ത? ഞാൻ ഇവിടുത്തെ സൗദിയുടെ ഉപ്പയുടെ മരുമകനാണ്, അതായത് ഹസീനയുടെ. കേട്ടിട്ടില്ലേ? ആ, ഉപ്പ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ല, കയറി ഇരുന്നോളി, ഇപ്പം എത്തുമായിരിക്കും ഉപ്പ കേട്ടോ. അല്ല, ഞാൻ ഇത്തേ ഒന്ന് കണ്ടുപോകുന്ന വിചാരിച്ചിട്ടാണ്. അത് ഞാൻ ഇക്ക വന്നിട്ട് പറയാം കേട്ടോ. അത് പറഞ്ഞുകൊണ്ട് അവർ അകത്തേക്ക് കയറി. പക്ഷേ സത്താറിൻ്റെ മനസ്സിൽ ചില ചിന്തകൾ. പഠിച്ചവനെ, നല്ലൊരു സുന്ദരി പെണ്ണ്, ഇത്രയ്ക്ക് നല്ലൊരു സുന്ദരി പെണ്ണിനെ ഒന്ന് കാണാൻ കിട്ടുക തന്നെ വലിയൊരു ഭാഗ്യം തന്നെയല്ലേ. അങ്ങനെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഉമ്മ പറഞ്ഞു, അല്ല സത്താറ, ഇജ്ജ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനെങ്ങാനും പറഞ്ഞോ? ഉമ്മ, എന്തിനാ ഉമ്മ, പാവം പെണ്ണുങ്ങളും കുട്ടികളൊക്കെ അല്ലേ, അവരവിടെ ജീവിച്ചോട്ടെ, എന്തിനാ ഇറങ്ങിപ്പോണ? സത്താറേ, ഈ എന്നെ ചതിക്കാണോ? അനക്ക് ഇവിടെയൊക്കെ ഇടം നൽകി എന്നെ കയറ്റിയിരുത്തിയിട്ട് എന്താ അവരെ വേഗം ഇറക്കി വിടാൻ നോക്ക് ഈ. ഉമ്മ, അവിടെ ജീവിച്ചോട്ടെ അവര്. എന്നാൽ സത്താറിൻ്റെ മനസ്സിൽ നല്ല ഒരു ചിന്തയായിരുന്നു. ഹസീനയോട് പറഞ്ഞു, എടി പെണ്ണെ, നിന്റെ അളാമ നല്ലോണം സുന്ദരിയാണ് കേട്ടോ, വിചാരിക്കുന്ന പോലെ ഒന്നല്ല, നീ ഒന്ന് കണ്ടിട്ടുണ്ടോ? ഓ, ഇപ്പം ഇന്നൊക്കെ വേണ്ടാതാ നിങ്ങൾക്ക്, എളാമാൻ്റെ പിന്നാലെയാണ്. അങ്ങനെയല്ല പറഞ്ഞത്, നല്ല സുന്ദരി പെണ്ണാണെന്ന് പറഞ്ഞതാണ്. എന്നാൽ അസൂയായിരുന്നു ഹസീനക്ക്. ഓ, എളാമാക്ക് ഇത്ര സൗന്ദര്യം. ഉമ്മ പറയുന്ന കേട്ടോ, എളാമ നല്ല സുന്ദരിയാന്ന്. സുന്ദരിമാരെ നോക്കി കെട്ടില്ലായിരുന്നോ ആ തന്ത അത്ര പ്രായത്തിലും? ഇവിടെ ഇപ്പോൾ മൂത്ത് നരച്ച മക്കളുണ്ടെന്നോ അല്ലെങ്കിൽ ആ ഒരു ചിന്തയും കാര്യമൊന്നുമില്ല. അപ്പോൾ അവിടെ പോയി പുറംനാട്ട് പോയി പെണ്ണിട്ടിക്കല്ലേ, കണ്ടൂടെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞെടുക്കൾ കടക്കന്നെ വേണ്ട എന്നുള്ളത്. പിന്നെ എങ്ങനെയാണാവോ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നിക്കണ് ആ കുട്ടികളെയും മക്കളെ കയറ്റ്. കുട്ടികളതവിടെ ഒച്ചപ്പാട് കേൾക്കണ് എന്താന്നില്ലേ? ഉമ്മ, നല്ല മക്കളും നല്ല ഉമ്മയാണ്, അവിടെ ജീവിച്ചോട്ടവർ. സത്താർ അത് പറയുന്നു. സത്താറേ, ഈ എൻ്റെ മരുമകനായി അടങ്ങി ഒതുങ്ങി ഇവിടെ നിൽക്കണേ നിന്നോ, അതല്ലെങ്കിൽ എനിക്ക് എൻ്റെ പാട്ടിനാണ് പോവാ. ഇജ്ജ് പോലെ സപ്പോർട്ട് ചെയ്ത് നടക്കണേ. അല്ലുമ്മ, അതങ്ങനല്ല, അവരെ കണ്ടപ്പോൾ എനിക്കൊരു. സത്താറെ, വേഗം അങ്ങോട്ട് ചെല്ല്, ആ കുട്ടികളെ മക്കളൊക്കെ വലിച്ചിട് പുറത്തേക്ക്, എന്നിട്ട് ആ പമ്പറന്നോളുണ്ട് വലിച്ചിട്ട് കണ്ട് വാതിലങ്ങോട്ട് പൂട്ടിപ്പോന്നാ ചെല്ല്. സത്താറിനെ അതിനു വേണ്ടി പറഞ്ഞേക്കുമ്പോൾ സത്താർ പറഞ്ഞു, ഉമ്മ, അത് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ, അവരവിടെ നിന്നോട്ടെ, അതിനിപ്പോൾ എന്താ? എന്തിനാ സത്താറെ, എനിക്ക് ഓളെ കണ്ട് വെള്ളർക്കാനാ? അതായിരിക്കില്ലേ എൻ്റെ ചിന്ത? ഉമ്മ, നിങ്ങൾ വേണ്ടാപ്പുറമൊന്നും ചിന്തിക്കരുത്, അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ അവളോട് പറഞ്ഞു, ശരി തന്നെയാണ്, അവിടെ ഒരു സുന്ദരി ഉമ്മ വന്നിട്ടുണ്ട്, നിൻ്റെ എളാമ സുന്ദരിയാണെന്ന് പറഞ്ഞിട്ട് വലിയ തെറ്റാണോ? സത്താറെ, വേണ്ടാത്തിന് നിൽക്കണ്ട, അവറ്റകളൊക്കെ പിടിച്ച് വലിച്ച് പുറത്തേക്കിട്, എന്നിട്ട് ഇങ്ങോട്ട് വാതിൽ പൂട്ടിപ്പോന്നാ. ഓലിപ്പോ അതിൻ്റെ ഉള്ളിലെ കയറി കൂടിക്കണ്. എന്താന്നില്ലേ, എവിടെ നിന്നൊക്കെ വലിഞ്ഞ് കയറി വന്ന ജന്തുക്കൾ, തീരെ ഒരു മാനും മര്യാദ ഇല്ലാത്ത ആളുകൾ, അതും തമിഴ്നാട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഒരു കഥയായിരിക്കും. ഞാൻ തന്നെ പോയിക്കോളാളോ ഓളെ വിളിച്ച്, ആ ചങ്ങായി കൊടുന്നതായിരിക്കും. എന്താന്നില്ലേ, സ്വന്തം മക്കളെ നോക്കില്ലെങ്കിൽ അപ്പോൾ തന്നെ വേറെ പെണ്ണ് കെട്ടലും കുട്ടികളും എന്താന്നില്ലേ. എന്നാൽ സത്താറ് പറഞ്ഞു, ഉമ്മ തന്നെയല്ലേ ഇറക്കിയിട്ടെന്നല്ലേ പറഞ്ഞതും ഉപ്പാനെ, ഇനി ഒരിക്കലും ഈ പടി ചവിട്ടി പോരുത്ത് എന്നിട്ട് ഉപ്പ നിങ്ങൾ തന്നെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞത്. അതിനിപ്പോൾ എന്താ, അവരവിടെ ജീവിച്ചോട്ടെ, അതിനെന്താ? സത്താറെ, എൻ്റെ മനസ്സത്തെ ചിന്ത എനിക്ക് നന്നായിട്ടറിയാം, ഈ അത്ര നല്ലവനൊന്നല്ല. കാരണം സൗദനെ കെട്ടണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടെ ഹസീനാനായിട്ട് കമ്പനിയായ ആളാണ്, എനിക്ക് നന്നായിട്ടറിയാം. ഹസീന നല്ലോണം കരുതിക്ക എൻ്റെ മാപ്പിളിനെ, ഓൻ പറഞ്ഞു കേട്ടില്ലേ ഓള് സുന്ദരിയാണെന്ന്. പറയാൻ പറ്റില്ല, എനിക്കും അതിന് വിശ്വാസമൊന്നുമില്ല. ഉമ്മങ്ങൾ അങ്ങനെ സത്താർഖാനെ കുറിച്ച് പറയില്ലേ.
ഇതിപ്പോൾ നിങ്ങൾ തള്ളയും മോളിന് എന്ത് പറഞ്ഞാലും വേണ്ടില്ല. ഞാൻ ഓലെ പിടിച്ച് വലിച്ചിടാനും അവിടുന്ന് പുറത്താക്കാനും പോണില്ല. അവർ പാവങ്ങൾ ജീവിച്ചോട്ടെ, അതിനിപ്പോൾ എന്താ. നിങ്ങളുടെ ഉപ്പയില്ലേ അവരുടെ കൂടെ. സത്താറ് അതിൽ നിന്ന് ഇടഞ്ഞു നിൽക്കുകയായിരുന്നു. എന്നാൽ കുഞ്ഞിക്കതിയാക്ക് ദേഷ്യമാണ് പിടിച്ചത്. ആ നിമിഷം തന്നെ അതാ കുഞ്ഞിക്കതിയ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. നേരെ അതാ ആ കൊച്ചു കുടിലിലേക്ക്. പാവം ആ മക്കൾ ഒന്നും അറിയുന്നില്ല. ആ മക്കൾ അവിടെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അഫ്സയും തന്നെ ഓരോ ജോലികളിലാണ്. മക്കളെയെല്ലാം കുളിപ്പിച്ച് അവളതാ അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവൾ വുളൂഹ് ചെയ്ത് നിസ്കരിക്കുവാൻ വേണ്ടി നിസ്കാരപ്പായ നിവർത്തി. അവൾ നിസ്കരിക്കുവാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് വാതിൽ ശക്തമായി. അതേ, ഇതൊന്ന് തുറന്നാണേ. ഏയ്, ആരവിടെ വന്നുകൂടിക്കണ്? തുറന്നാണേ. ആ ഉമ്മ, ഉമ്മച്ചി, ആരോ വിളിക്കുന്നു. അത് നിസ്കാരക്കുപ്പായം ഇട്ട് അവൾ അത് ഊരിടാതെ തന്നെ അതിൽ നിന്ന് പതുക്കെ എഴുന്നേറ്റ് അതാ അവൾ അങ്ങോട്ട്. അല്ല, ആരാ? അവൾ വാതിൽ തുറന്നപ്പോൾ അതാ ഒരു സ്ത്രീയാണ്. നിങ്ങൾ ആരെനിക്ക് മനസ്സിലാവൂലടി. അനക്ക് മനസ്സിലാവൂലല്ലോ. അനക്ക് ഞാനൊന്ന് മനസ്സിലാക്കി തരാൻ തന്നെയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. നേരെ അതാ അവളുടെ നേർക്ക് കുഞ്ഞിക്കതിയാത്ത പാഞ്ഞെടുക്കുന്നു. അവളുടെ ആ നിസ്കാരക്കുപ്പായ പിടിച്ച് വലിക്കുകയാണ്. ഓ, ഇജ്ജ് വലിയ നിസ്കാരക്കാരത്തി. എൻ്റെ മാപ്പിളിനെ മയക്കെടുത്തിരിച്ച് വലിയ നിസ്കാരക്കാരത്തിയാകല്ലടി കള്ളത്തിയെ. ഇങ്ങോട്ട് ഇറങ്ങി പോടി എൻ്റെ വീട്ടിൽ നിന്ന്. എന്നാൽ ആ മക്കൾ കരയുകയായിരുന്നു. ഞങ്ങൾ ഉമ്മച്ചിയൊന്നും ചെയ്യല്ലേ. എന്നാൽ അപ്പോഴേക്കും കുഞ്ഞിക്കതിയ അവളെ ശക്തമായി ആ ചുവരിലേക്ക് ഉന്തി. എനിക്കൊന്നും അറിയില്ല. നിങ്ങൾ ആരെന്ന് അനക്കറിയില്ലടി. അനക്കൊന്നും അറിയില്ല. എന്നാൽ ആ കുട്ടികളെയും പിടിച്ചു വലിക്കുകയാണ്. എടി കുട്ടികളെ, നിങ്ങളെ തന്ത കാട്ടി പണി വല്ലാത്ത പണി തന്നെയാണ്. ഉമ്മ ഞങ്ങൾ ഉപദ്രവിക്കല്ലേ. ആ കുഞ്ഞുമക്കളും കരയുകയായിരുന്നു. എന്നാൽ പാവം ഹഫ്സ, അതെ, അദ്ദേഹം അവരുടെ പിതാവ് പള്ളിയിലേക്ക് പോയതാണ്. ഇനി അല്പം സമയം കഴിഞ്ഞെന്ന് വരുമെന്ന് പറഞ്ഞിരുന്നു. അല്ല, ശരിക്കും അവൾക്ക് ഭയം തോന്നി. പഠിച്ചവനെ എങ്ങോട്ട് പോവുക അറിയുന്നില്ല, എങ്ങോട്ട് എന്താ ചെയ്യുമെന്നും എനിക്കറിയുന്നില്ല. റബ്ബേ, എനിക്ക് ഞങ്ങളൊന്നും ചെയ്യല്ലേ. ഞങ്ങൾ പോയിക്കോളാം, ഞങ്ങളൊന്നും നിങ്ങൾ ചെയ്യില്ലേ എന്ന് പറഞ്ഞിട്ട് അവർ കരയുകയായിരുന്നു. പിന്നെ അപ്പോഴേക്കും അത് അവരെ എല്ലാവരെയും പുറത്തേക്കങ്ങ് വലിച്ചിടുകയായി. ഇങ്ങോട്ട് പോന്നാണ് എൻ്റെ വീട്ടിൽ നിന്ന്. ഇവിടെ കടയ്ക്ക് പുറത്ത് കുട്ടിയും ചട്ടിയും സാധനങ്ങളൊക്കെ കയറി കൂടിയിക്കണ്. നിങ്ങൾ എവിടുത്തോളം വിചാരിച്ചിട്ട് ഞങ്ങൾ വിശ്വസിക്കുക? എവിടുത്തുകാരാ? ഞങ്ങൾ ഉപ്പായുടെ നാട്ടിലേക്കാണ് വന്നത്. അതിൽ മൂത്ത കുട്ടി പറഞ്ഞു, ഉപ്പാടെ നാട് വാപ്പാൻ്റെ നാടാണ് എന്താന്നില്ലേ. എന്നാൽ ഈ സമയം അതാ അവളുടെ നിസ്കാരക്കുപ്പായം പിടിച്ചു വലിച്ച് പുറത്തേക്ക് തള്ളിയിടുകയാണ്. പെട്ടെന്ന് ഒരു കൈകൾ കുഞ്ഞിക്കതിയാത്തയുടെ കൈകൾ തട്ടി മാറ്റി. അവർ തിരിഞ്ഞു നോക്കി. ഒരു നിമിഷം, ആരായിരിക്കും അത്? ആരാണ് കുഞ്ഞിക്കതിയാത്തയുടെ കൈകൾ തട്ടി മാറ്റിയത്? അതെ, ഹഫ്സയെ ഉപദ്രവിക്കുന്ന കൈകൾ പെട്ടെന്ന് മാറ്റിയത് ആരായിരിക്കും? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. കുഞ്ഞിക്കതിയുടെ അഹങ്കാരത്തിന് ഒട്ടും കുറവ് ഇപ്പോഴുമില്ല. ഇതിനിടയിൽ അല്പം നന്നായിരുന്നു. പക്ഷേ വീടെല്ലാം കുഞ്ഞിക്കതിയുടെ പേരിലാക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അല്പം ഹസീനയും അവനും ഒന്നൊതുങ്ങിയപ്പോൾ അവൾ വീണ്ടും അഹങ്കരിച്ച് തുടങ്ങി എന്ന് തന്നെ പറയാം. എന്നാൽ പാവം ഹഫ്സിയെയും ആ പിഞ്ചുമക്കളെയും പിടിച്ചു വലിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. ഇത് എൻ്റെ വീടാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും ആ ഒരു സമയത്ത്, കൃത്യസമയത്ത് അവിടെ എത്തിയ ആ കൈകൾ അത് ആരുടേതായിരിക്കും? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.